നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ പത്തനംതിട്ടയിൽ നിന്ന് ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഒരുമിച്ച് ചിരിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട കാര്യക്കാരെ വിളിക്കാൻ ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജു ചേട്ടാ, പ്രജോ ചേട്ടാ. ഒരു സ്കിറ്റ് എടുക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലെ ടീം ട്രിപ്പിൾ എസ് വരുന്നു. ലെറ്റ്സ് വെൽക്കം നസീറിക്ക. പറഞ്ഞോ. സെൽവൻ, ചെൽവൻ, ചേട്ടാ, ശംഭു, ശംഭു, ഭഗവാനെ, ഇത് വിളിച്ചാ കിട്ടത്തുമില്ല. ഹലോ അപ്പച്ചി, നല്ല വേലയായി പോയി അപ്പച്ചി. സ്വന്തം സഹോദരൻ മരിച്ചിട്ട് വരരുത്. അതും പുലിയടിച്ചിട്ടാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചത്, അറിയാല്. എന്നിട്ട് നിങ്ങൾ വന്നില്ല. എന്തോ നാണക്കേടാ. കടിച്ചത് പൂച്ചാൻ പറ്റിയൊന്നും അല്ല, പുലിയാണ് കടിച്ചത്. അതുകൊണ്ട് നാണക്കേടേണ്ട കാര്യമൊന്നുമില്ല. ആരളിയനാ എൻ്റെ അപ്പച്ചി? ഒന്നും പറയണ്ട. പെങ്ങളെ കെട്ടിയെന്നുള്ളതല്ലാതെ ഒരു ഉത്തരവാദിത്വം അവനില്ല. എവിടെ വെള്ളം അടിച്ചോണ്ട് കിടപ്പുണ്ട്. എല്ലാ കാര്യം ഞാൻ മാത്രം ഓടി നടന്ന് ചെയ്യണം. കുഴപ്പമില്ല അപ്പച്ചി, നാളെ രാവിലെ സഞ്ചാരമാണ്. അപ്പച്ചിക്ക് രാവിലെ അങ്ങ് വന്നാൽ മതി. അയ്യോ, രണ്ടു പ്രാവശ്യം സിക്കടിച്ചിട്ട് ചെവി കിട്ടുന്നില്ല. ചെവിയിൽ ട്രെയിൻ ഓടിച്ച് കയറ്റിയേ പറ്റുള്ളൂ തോന്നുന്നു. എന്തോ അളിയ, അളിയുടെ പ്രാന്തുണ്ടാ? ഒരു മരണ വീട്ടിൽ കിടന്ന് എന്തോ ഓപ്പറേഷൻ കിടന്ന് കാണിക്കുന്നത്? ഞാൻ രണ്ടു പ്രാവശ്യം സിക്കടിച്ചിട്ട് നീ കേട്ടില്ലല്ലോ. അളിയനെ ത്രിവിക്രമാന്ന് വിളിച്ചാൽ ഞാൻ വിളിയാക്കത്തില്ലേ? അച്ഛൻ മരിച്ചിട്ട് എത്ര ദിവസമായി? 4 ദിവസം. നീ അത് വിളിച്ചിട്ട് ഞാനും കൂടെ പടഞ്ഞു. ബാക്കിയുള്ളവരെ മുഖത്ത് ഈ തുപ്പലെറിപ്പിക്കാൻ വേണ്ടി ഓരോ പേര് ഇട്ട് വെച്ചു. ത്രിവിക്രമൻ. അളിയെ കൂടുതൽ സംസാരിക്കുന്ന വേണ്ടല്ലേ, ഉത്തരവാദിത്തം വേണം. എന്താ ഉത്തരവാദിത്തം? എന്റെ അച്ഛനെ പുലി പിടിച്ചാണ് മരിച്ചത്, അറിയാലേ. ഇതിന്റെ ആശുപത്രിയിൽ ഒരു നിമിഷം അളിയൻ വന്നായിരുന്നു അളിയാ. പിന്നെ ആശുപത്രി ഞാനല്ലേ അച്ഛനോടൊപ്പം എത്ര പ്രാവശ്യം ഞാൻ ആ ബെഡിലുണ്ടായിരുന്നു. അത് വെറുതെ വന്നിരുന്നതൊന്നും അല്ലല്ലേ. പിന്നെ അച്ഛന്റെ ശരീരത്തിൽ പുലി കടിച്ചതിന്റെ പല്ല് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളെ കഴുത്തി കെട്ടിയിടാൻ വേണ്ടിയിട്ട്, പേടി മാറാൻ വേണ്ടിയിട്ട്, കള്ളച്ചാരായം കുടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ അച്ഛനെ കണ്ടുകൂടാ. കാരണം ശ്രീധന പൈസ തന്നില്ല എന്ന് പറഞ്ഞ പരാതിയാണല്ലോ എപ്പോഴും. ശ്രീധരൻ തന്നില്ലെന്ന് ആര് പറഞ്ഞതാ? കണ്ടായിരുന്നാ? 4 സെന്റ് പുറമ്പോക്കി കിടന്നോണ്ട് നിന്റെ അച്ഛൻ വലിയ ഭായി പറഞ്ഞല്ലോ 40 ഏക്കർ എനിക്ക് സ്ത്രീധനായിട്ട് തരാന്ന്. അങ്ങനെ പറയാൻ കാണിക്കാൻ അയാളുടെ മനസ്സില്ലേ? അത് മതിയുടെ എനിക്ക് സ്ത്രീധനായിട്ട്. നിന്റെ അച്ഛനെ പുലി കടിച്ചു വന്നില്ലെങ്കിൽ ഞാൻ കടിച്ചു വന്നാനാ. അത് മാത്രമല്ല പറയരുത്. ഒരു മകന്റെ മുഖത്ത് നോക്കി പുലി കടിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞായിരുന്നു. എന്താ? എന്റെ അച്ഛനെ പുലി കടിച്ച് വലിച്ചടിച്ചോണ്ടാണ് പോയെന്ന്. വലിച്ചടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചു കൊണ്ടുപോകാനുള്ള ഐഡിയ ഒന്നും മനസ്സിലായില്ലേ? അതല്ല, അങ്ങനെ ഒരു ഐഡിയ ഉള്ളതാണെങ്കിൽ മാത്രമല്ല, പുള്ളിയുടെ റൂട്ട് അതല്ല. അച്ഛനെ വെറുതെ ഒന്ന് കാട്ടി കയറിയെന്നല്ല. അച്ഛനൊരു വൈദ്യനല്ലേ, പച്ചില പറിക്കാൻ വേണ്ടി ഒന്ന് കാട്ടിലോട്ട് കയറിയതാണ്. നീ ഈ നുണേ നാളെ സഞ്ചാരത്തിന് വരുന്ന ആൾക്കാരടുത്ത് പറഞ്ഞാൽ മതി. പച്ചില പറിക്കാൻ കയറിയത്. പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു ബാത്റൂം ഇവിടെ പണിഞ്ഞു തന്നില്ലേടാ. അവിടെയൊന്നും നിന്റെ അച്ഛൻ പോകൂല. നിന്റെ അച്ഛന് പുലി നടക്കുന്ന വഴിയിലേ പോയാലേ കാര്യം നടക്കും. നീ നടക്കുന്ന വഴിയിൽ ഇതുപോലെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ കടിക്കൂലേ? കൂടുതൽ അച്ഛനെ അങ്ങനെ കുറ്റം പറയേണ്ട കാര്യം എന്തോ നിങ്ങൾക്ക്? അച്ഛൻ മര്യാദയ്ക്ക് തന്നെ ജീവിച്ചത്. നിങ്ങളാണ് 24 മണിക്കൂർ വെള്ളം അടിച്ചുകൊണ്ട് കിടക്കുന്നത്. അതുകൊണ്ട് ആരെയും തല്ലുകൊണ്ടിട്ട് വന്നിരിക്കുന്നത്. അത് തല്ലുകൊണ്ടതൊന്നുമല്ല. പിന്നെ നിന്റെ അച്ഛൻ മരിച്ച സന്തോഷത്തിൽ മാർക്കോ സിനിമ കാണാൻ പോയത്. എന്താ അളിയാ, മാർക്കോ സിനിമയ്ക്കകത്ത് തല്ലേ ഉള്ളൂ, വെളിയിൽ തല്ലൊന്നുമില്ല. എടാ, ഇത് കാണാൻ ചെന്നപ്പോ സിനിമ തുടങ്ങിയടാ, മൊത്തം ഇരുട്ടല്ലേരുന്ന. ഞാൻ ചെന്ന് ഇങ്ങനെ ഇരുന്നത് ഒരു ചേച്ചിയുടെ മടിയിലായിപ്പോയി. അയ്യോ, ഒരു ആചാര ബാഹു ഒരു ഭർത്താവ് ഒരു ഒറ്റ അടി അടിച്ചെന്നു വെച്ചാ. അയ്യോ അളിയാ, വെള്ളം അടിച്ച് ബോധമില്ലാത്തോണ്ടാണ്. നമ്മൾ ഇരുട്ട് വാക്കിന് ചെന്ന് കയറുമ്പോ തപ്പി നോക്കിട്ടേ ഇരിക്കാവ്. അതിന് വേറെ കിട്ടിയല്ലോ. എല്ലാം കൂടെ അളിയ ഇങ്ങനെ സിനിമയെ കണ്ട് അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നടന്നു. ഇവിടെ വീട്ടിൽ ഞാനും അമ്മയും പെങ്ങളും ജലപാനം കഴിച്ചിട്ടില്ല. ജലപാനം, ആ മുട്ട പപ്സിന്റെ പൊടി ചെറിയും ജലപാനം കഴിക്കൂലെന്നാ പറഞ്ഞുള്ളൂ. മുട്ട പപ്സ് കഴിക്കൂലെന്ന് പറഞ്ഞില്ലായിരുന്നു. ഓരോ തൊട്ടൊക്കെ 3 കല്യാണം കഴിഞ്ഞല്ലേ? ഭാര്യമാരൊന്നും വന്നില്ലേ? 3 ഭാര്യമാരെ എന്റെ അച്ഛന്റെ ബോഡി കാണിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. 3 പേരെ ബന്ധവും ഞാൻ വേർപിരിച്ചു. എന്തിനാണെന്തോ നാട്ടുകാർക്ക് സദ്യ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കല്യാണം കഴിച്ചു. വേണ്ട പേരിന് ആരുമില്ലെന്ന്. എന്നെ കൂടുതൽ കളിയാക്കിയതും വേണ്ട. നിങ്ങൾ ആ മാമ മരിച്ച ബന്ധുവോ കാണിച്ചത്? എന്തോ കാണിച്ചു? ചീത കത്തിക്കൊണ്ടിരുന്നപ്പോ 9 മണിയായി. ബിവറേജ് അടയ്ക്കുമെന്ന് വിചാരിച്ച് ഒരു ബക്കറ്റ് വെള്ളം ചിതേ കയറി ഒഴിച്ചങ്ങ് അണച്ച്. എന്നിട്ട് ബിവറേജിൽ പോയി കുപ്പി എടുക്കാൻ പോയിരിക്കുന്നു. അങ്ങനെ പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നല്ലോ. എന്നിട്ട് പഴയതുപോലെ തൊണ്ടിട്ട് ചീത കത്തിക്കുകയും ചെയ്യും. നിങ്ങളിങ്ങനെ കുറ്റം പറയാൻ അളിയൻ ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ പായിരിക്കണം കേട്ട് കുടിച്ച് പിടുത്ത് നടന്നു വിളിയാ. എന്റെ അടുത്ത് മാത്രമേ നിനക്ക് ഈ കുറ്റം പറയാനുള്ളല്ലോ.
ഞാൻ കുടിച്ചു പെടുത്ത് കിടക്കണം പറഞ്ഞ് നിന്റെ ഒരു ചേച്ചിയുടെ മോൻ ഉണ്ടല്ലോടാ 1.5 വയസ്സുള്ള ഒരു ചെറുക്കൻ കുടിക്കാതെ പെടുത്തോണ്ട് കിടക്കണം. നീ ചോദിച്ചാ നിനക്ക് ഞാൻ കുടിച്ച് പെടുത്ത് കിടക്കണ വിഷയം. നമ്മൾ അമ്മായി വന്നിട്ടുണ്ട്, തെക്കപ്പുറത്ത് അമ്മായി. അമ്മായി ഉണ്ടോ? അളിയെന്നറിയാല് അമ്മാവി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ എല്ലാവരും എടുക്കുന്നത്. അമ്മാവി പറയുന്നതേ നമ്മൾ കേൾക്കാറുള്ളൂ. എന്നോട് തന്നെ അമ്മായിമ്മ പറഞ്ഞു, പഠിക്കുക, നല്ലതുപോലെ ഒരു ജോലി നേടുക. പറഞ്ഞു, ഞാൻ അനുസരിച്ചു. വീട് വെക്കാൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. കുട്ടികളും വല്ലോ ആയോടാ? അത് അളിയെന്നറിയാലേ, ആയില്ല. അമ്മായിയമ്മ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? ഇതുപോലെ ഒരു അമ്മായിയമ്മ കൊതിയെ സംസാരിക്കരുത്. അമ്മായിയമ്മ കൊതിയെ ഞാൻ കിടന്ന് ഉറങ്ങാൻ മുള്ളിയാ. നാളെ രാവിലെ ചടങ്ങാണ്. ഒരെണ്ണം കഴിക്കണേ കഴിച്ചോണ്ടിരി. നാളെ അച്ഛന്റെ ചടങ്ങാണ്. എനിക്ക് വ്രതമാണ്. മാംസാദികൾ മദ്യം കഴിക്കാൻ പാടില്ല. അയ്യോ മഞ്ജു, നീ ഉറങ്ങിയാടി? അതിനൊരു വ്രതവും ഇല്ല. അളിയാ, നാളത്തെ ഭക്ഷണം എങ്ങനെയാ? സാധാരണ അന്നനാളം വഴി ആമാശയത്തിലെത്തി അവിടെ നിന്നല്ലേ ഈ ഭക്ഷണത്തിന്റെ ക്രമം മാറുന്നത്. പറയുന്നതല്ല ഭക്ഷണം അങ്ങനെ. എല്ലാ കാര്യവും നീയല്ലേ ഏറ്റത്? എന്റെ അടുത്ത് പറഞ്ഞു. ആന വരണ്ടേ, ഓടിക്കണോ? കിണറ്റിന് തോന്നിയതായിരിക്കും. ആരടാ പാതിരാത്രിക്ക് വന്ന് എന്റെ കിണറ്റിനടുത്ത് സുഖമുണ്ടോ എന്ന് ചോദിക്കണത്? നീ ഏതാ? ഞാൻ ബാബുണ്ടാ. അരെ, പുലി കളിക്കാൻ വന്ന ബാബുലേ എണ്ണ. ഓ, അമ്പലത്തിൽ ആന വരണ്ട്. ആന വരണ്ടപ്പോഴത്തേക്ക് ഞാനും മയിലും കൂടെ ഇങ്ങോട്ട് ഓടി വന്നപ്പോ കിണറ്റി വീണ. മയിൽ കിണറ്റി വന്ന? ഓ ഭഗവാനെ, എന്റെ അച്ഛന്റെ സഞ്ചാനായിട്ട് വീട്ടിൽ ആരൊക്കെയാടാ മൈന വരുന്നത്? നോക്കി നിൽക്കാതെ പിടിച്ച് കയറ്റാൻ നോക്കണത്. സ്വന്തം അച്ഛനെ തിന്ന പുലിയായിട്ട് അച്ഛനെ കൊന്ന പുലി. കൊന്ന പുലി. നിന്റെ അച്ഛനെ കൊന്ന പുലിയാണല്ലടാ കിട്ടിട്ട് തല്ലിക്കൊല്ലാതെ. അളിയനൊന്നും പ്രാന്തളിയാ. കളി ആരെ തല്ലിന്നറിയോ? ഞാൻ ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നതാണ്. അപ്പഴത്തേക്ക് ആന ഇടഞ്ഞ്. അപ്പൊ കരടി ഓടി തെങ്ങി കയറി. മാം പിക്കപ്പം വിളിച്ചിട്ട് പോടി. ഞാനും മയിലും കൂടെ വന്നപ്പോ മയിൽ ഇതിനകത്തായി പോട്ടെ കെട്ടിനകത്ത്. കരടി ഓടി തെങ്ങിക്കയറി, മാനെടുത്താടി ഓടി, പുലിയാ ഇവിടെ വന്ന് കെട്ടിച്ചാടി. മനസ്സിലാ നിന്റെ അച്ഛനെ കാക്ക കൊത്തിയാടാ ചത്തത്. കാക്ക കൊത്തി കടലിലിട്ട് പുലിയല്ലേ എന്റെ അച്ഛനെ കടിച്ചു കൊന്നത്? അന്നൊന്നും മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല. അന്നാ അവിടെ ആന വരണ്ട്. അപ്പൊ നമ്മൾ പിന്നെ ഓടി. ഓ, കരടി ഓടി തെങ്ങിക്കയറി. മാൻ പിക്കപ്പം വിളിച്ചു പോയി. ഞാനും മയിലും കൂടെ വന്നപ്പോ മയിൽ ഇതിനകത്ത് വീണ്. എനിക്ക് അത് ഇവന്റെ അച്ഛനെ പുലി അടിച്ചാണ് ചടങ്ങ് നടന്നത്. അപ്പൊ നീ ഇത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നീ ഇപ്പൊ വന്നതുപോലെ തന്നെ ഒന്ന് കാണിക്കോ ഈ കുടുംബത്ത് കയറിയത് എങ്ങനെ വന്നതുപോലെ. ആരാ പാതിരാത്രി വന്ന് എന്റെ കിണറ്റിന് സുഖമുണ്ടോ എന്ന് ചോദിക്കുന്നത്? ഓ, ഇത് എപ്പോ പറഞ്ഞ? അളിയെ കിടന്ന് ഉറങ്ങിയപ്പോ പറഞ്ഞത്. ഞാൻ ഉറങ്ങാതിരുന്നപ്പോ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഏറിപ്പോവേണ്ട സാധനം. വീട്ടിലെ ഒരു കൗണ്ടറാണ്. കിണറിൽ സുഖമുണ്ടോ? സുഖം. എന്നിട്ട് ബാക്കി പറയടാ. എന്നിട്ട് എന്തൊരു പരിപാടിയാണ് ഇപ്പൊ നിങ്ങളെല്ലാം തെറ്റിച്ചത്? ഞാൻ തെറ്റിച്ച്? നിങ്ങൾ അടിക്കാത്തത് അടി ചോദിച്ചു വാങ്ങുന്ന ഒരുത്തർ ആദ്യമായിട്ട് മനസ്സിലായില്ല സംഭവം എന്താണ്? അണ്ണാ, ഈ കേട്ടിനകത്ത് എന്റെ മയിൽ വീണ എന്റെ കൂട്ടുകാരൻ സുഖു. മയില? ഓ എടാ, എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കണം. ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കണം. അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കണം. ആരെ വിളിക്കണമെന്ന്? ഫയർഫോഴ്സിനെ വിളിക്കണം. അറിയിക്കേണ്ടവരെല്ലാരും അറിയിക്കണം. എന്താ അമ്മായി അച്ഛനെ പുലി അടിച്ചപ്പോ നീ ഈ വെപ്രാളൊന്നും ഞാൻ കണ്ടില്ലല്ലേ? എടാ, നാളെ ഒരു പൈൻ്റ് എടുത്തോണ്ട് വന്നാൽ ഇതിന്ന് വെള്ളം കോരി പൈൻ്റ് ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പീലി തൊണ്ടേ കുടുങ്ങോ? വിളിക്കണ്ടേ നമ്മൾ? അണ്ണ എന്റെ മയിലെവിടെ പോയെന്നാ? ഇതേ പഴയ ഗുഹാക്കിണറാണ്. ഗുഹാക്കിണറാ? അതെ. ഇത് പഴയ രാജാക്കന്മാരുടെ കാലത്തുള്ള കിണറാണ്. ഇത് നേരെ കുമാരപുരം പോവും. അതൊക്കെ നിങ്ങൾക്കറിയാം. അതുവഴി വന്നല്ലേ എവന്റെ പെങ്ങളെ വിളിച്ചോണ്ട് ഞാൻ പോയത്. അപ്പൊ അവൻ പോയി കാണൂലേ? മയില് പോയി കാണൂലേ?
പിന്നെ മയിലെപ്പോഴേ വീടെത്തി കാണണം. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. നീ ഏയ്, നിനക്ക് ഈ മയിലാട്ടം ഒന്നും ഇല്ലാത്തപ്പോ എന്തോന്നറ പരിപാടി? ഞാൻ ഈ മരണത്തിനുള്ള ചടങ്ങിനുള്ള സാധനങ്ങളൊക്കെ ചെയ്യും, കർമ്മങ്ങൾ ചെയ്യും. കർമ്മിയാണ്. നമ്മുടെ നാളത്തെ കർമ്മി ആരാണ്? അത് നമ്മളെ രവിയപ്പച്ചൻ 9 മണിക്ക് വരുമെന്ന് പറഞ്ഞു. അയ്യോ, 7 മണിക്ക് എനിക്ക് പോകണം, പണിക്ക് പോകണം എനിക്ക്. അളിയൻ 7 മണിക്ക് പണിക്ക് പോയാൽ നാട്ടുകാർ വരുമ്പോ ചോദിക്കൂലേ 7 മണിക്ക് പണിക്ക് പോയാന്ന്? അതിന് നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ 7:05 പണിക്ക് പോയെന്ന് നീ പറഞ്ഞു. അല്ലെ അങ്ങനെയൊന്നും പറ്റത്തില്ല, നാട്ടുകാർ വന്നിട്ടേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കർമ്മി, ഞാന് പുലിക്കർമ്മി. ആ കാര്യങ്ങൾ ഈ പുലി പിടിച്ചാണ് പുള്ളി മരിച്ചത്. അപ്പം നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കർമ്മം ചെയ്ത് പെട്ടെന്ന് ഇത് ഒഴിവാക്കാൻ പറ്റും. അളിയാ അല്ല, അങ്ങനെ പറ്റൂല. ലിസ്റ്റും കാര്യങ്ങളുള്ള സാധനങ്ങളൊക്കെ വേണ്ടി എനിക്ക്. പറ്റൂലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്റെ പെങ്ങളെ കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് അങ്ങ് ഞാൻ പണിക്ക് പോകും. അയ്യോ, കൊണ്ടുപോ ഞാൻ പറഞ്ഞു തരാം. അപ്പോഴാ അങ്ങനെയാണെങ്കിൽ ചാർത്തം പ്രകാരമുള്ള കാര്യങ്ങളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കർമ്മങ്ങളിലേക്ക് നമുക്ക് കടക്കുകയായിരിക്കാം. ഇങ്ങനെയാണ് പേപ്പർ തുണ്ട് കിട്ടിയപ്പോ മതം മാറി ഒരുത്തൻ ആദ്യമായിട്ട് കാണും. ഇയാള് നോക്കണം, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു മതി. ആടലോടകം 1. ഇത് കിട്ടിയില്ലെങ്കിലോ? ആടാത്ത 2 എണ്ണം തന്നായിരുന്നു ലോടകം. കരിക്ക് 4 എണ്ണം വേണം. പക്ഷെ കരിക്ക് എനിക്കൊരു വാശിയുണ്ട്. ചെങ്കലിന്റെ കരിക്ക് മതി. എന്തെങ്കിലും അത് പറയാൻ അവന് യോഗ്യത ഉണ്ട്. കാരണം എന്താണെന്നറിയോ, പുള്ളി ജീവിച്ചിരുന്ന സമയത്ത് ദേ ആ നിൽക്കുന്ന തെങ്ങിക്കേറി ഒരു കരിക്കടത്തേന് തേങ്ങ കെറിഞ്ഞിട്ടവനാണ് അവൻ. അപ്പൊ ചെന്തെങ്ങ് വേണോന്ന് പിടിവാശി അവന് വേണം. ചുമ്മാ കുടം 2 എണ്ണം, കല 1. അച്ഛന്റെ മരണം കഴിഞ്ഞ് താമസം മാറി പോണാടാ. കലവും കുടമൊക്കെ കൊണ്ട് 2 തവിയും കൂടെ മേടിക്കണം. അല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അസ്ഥിയുടെ ഒരു പരിപാടി ഉണ്ട്. എന്താണ് അസ്ഥി? നമുക്ക് അസ്ഥി ഒഴുക്കുന്നതിന് മുമ്പ് ഈ അസ്ഥി ശുദ്ധീകരിക്കണം. ആദ്യമായിട്ട് ഈ അസ്ഥി എടുത്തിട്ട് ഗോമൂത്രം ഒഴിക്കണം. പിന്നെ ശുദ്ധീകരിക്കാനായിട്ട് പാല്, വെണ്ണ, തൈര്, പനിനീര്, കരിക്കുമ്പോൾ ഒഴിച്ച് ഇതിനെ ശുദ്ധീകരിക്കണം. അവിടെ അല്ലേ തെറ്റ് പറ്റിയത്? ആ ഗോമൂത്രം ഒഴിക്കാതിരുന്നാ പിന്നെ ശുദ്ധീകരിക്കണ്ടല്ലോ നമ്മൾ. അത് ചെയ്തേ പറ്റുള്ളൂ. അത് പോട്ടെ. പിന്നെ നമ്മുടെ അച്ഛന് വസ്ത്രം സമർപ്പിക്കണം. അതെങ്ങനെ? അത് 2 നൂലെടുത്ത് വെച്ച് സമർപ്പിക്കാം. അത് കൊടുക്കുന്ന എന്തായാലും നന്നായി. കാരണം 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഒരു നൂൽ ബന്ധവും ഇല്ലാതെ കിടന്ന് ഓടുന്നു. അവന് ഒത്തിരി 2 നൂല് കൊടുക്കണം. അത് തെറ്റില്ല. 1.5 മണിക്കൂർ ഹോമം നമുക്ക് ചെയ്തേ പറ്റൂ, പൂർത്തിയാവുള്ളൂ. ഞാനേ രാവിലെ പണിക്ക് പോണ ഒരു കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് ഈ 1.5 മണിക്കൂർ ഹോമമൊന്നും വേണ്ട. പിന്നെ അടുക്കള കയറിയിട്ടേ ഇച്ചി കടുവും വറുത്ത് കരിവേപ്പിലയിട്ട് ഒന്ന് താളിച്ചങ്ങ് വിടാൻ പറ്റും. താളിച്ച് വിടാൻ പെങ്ങളെ ഭർത്താവ് അളിയനാണ്. അതെ, വന്ന കാലം തൊട്ട് എനിക്ക് ബഹുമാനമുള്ള. തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ കൊച്ചിലേ വന്നതല്ലേ. പറയാൻ കുറെ സാധനങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. പറഞ്ഞോളൂ. എന്താ പുള്ളി പറഞ്ഞേ? അളിയൻ ചെറുതായിട്ടൊന്ന് താളിച്ചതാ. മനസ്സിലായില്ല? അയ്യോ, എനിക്ക് എന്റെ വലിയമ്മയെ കാണണേ. വലിയമ്മയെ കാണുന്ന 85 വയസ്സുണ്ട്. അവർ ഇഷ്ടംപോലെ തെറി പറയും. പക്ഷെ ഇത് ഫ്രഷ്. ഈ മരണത്തിന്റെ ചടങ്ങിന്റെ നമുക്ക് ഈ ചടങ്ങിനൊരു അവസാനം വേണ്ടേ? അതെ. അപ്പൊ ഇത് ഇങ്ങനെ അവസാനിപ്പിക്കാം നമുക്ക്. ഇത് നമുക്ക് അവസാനം ഇല്ലല്ലോ. പിന്നെ കാരണം മരണത്തിന്റെ സഞ്ചയനം നാളെയല്ലേ. അത് കഴിഞ്ഞിട്ട് 16 ചടങ്ങ്, പിന്നെ 40 ചടങ്ങ്, പിന്നെ വർഷ അവസാനം ആണ്ട്. അങ്ങനെ മരണത്തിന് ക്ലൈമാക്സ് ഇല്ലാതെ ഇങ്ങനെ പോകും. അതെന്തോ? അല്ല, ഇപ്പം പറഞ്ഞ ക്ലൈമാക്സിന് പഞ്ചില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പൊ അങ്ങനെയല്ലേ ഇടേണ്ടത്? നല്ല സ്കിറ്റ്, നല്ലൊരു കൈഡി. സാധാരണ മരണം എന്ന് പറയുന്നത് ഭയങ്കര ഫീലിംഗ് ഉള്ളൊരു ഏരിയയാണ്. അതിൻ്റെ മുമ്പോട്ട് വരുന്ന ചടങ്ങുകൾ, കാര്യങ്ങളൊക്കെ അതിന് ഇത്ര മനോഹരമായിട്ട് ചിരിപ്പിക്കാൻ എങ്ങനെ പറ്റൂടാ? അത് ചിരിക്കാൻ വേണ്ടത് എന്താണെന്ന് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ആർട്ടിസ്റ്റിനൊരു വലിയ എനർജിയാണ്. നിങ്ങൾ ആ സ്കിറ്റിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കൊണ്ടു തന്നു. ഭയങ്കര ത്രെഡാ, അടിപൊളിയായി, ഗംഭീരമായിരുന്നു. 3 പേരും ഓരോരുത്തരോട് സെപ്പറേറ്റ് പറയുന്നില്ല. ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു, ഉഗ്രനായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ. സെൽവൻ, ശ്യാം, ശംഭു, നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിത് എങ്ങനെ ഇതൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് കാര്യം. മരണവീട് നമ്മൾ ഒരുപാട് സ്കിറ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പൊക്കെ. പക്ഷേ അതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്ലോട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്. കാരണം ഇവർ രണ്ടുപേരും അവിടെ ഈ വേഷം ഇട്ട് നിൽക്കുന്നപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്തായിരിക്കും ഒരു കണക്ഷൻ വരാൻ പോകുന്നത്. കുറേ ഓർത്ത് ചിരിക്കാൻ പറ്റിയ നല്ല നല്ല തമാശകൾ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് മാത്രമാണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങ് തീർന്നോല. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു എന്ന് തോന്നിച്ചിരുന്ന സമയത്ത് പെട്ടെന്നൊക്കെ തീർന്നു പോലെ തോന്നി. പിന്നെ ഇടയ്ക്ക് ഒരുപാട് ആസ്വദിക്കുന്നതുകൊണ്ടാണ്. അതെ, നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്നൊക്കെ തീർന്നില്ല. പിന്നെ ഇടയ്ക്ക് എവിടെയോ ഒന്ന് ഡൗൺ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓവറോൾ നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ. ശംഭു, സെൽവ, ശ്യാം, അടിപൊളിയാണ്, സൂപ്പറായിരുന്നു.
നിങ്ങൾ സംസാരിച്ച കൗണ്ടറുകളെല്ലാം നല്ല രസമുള്ള കൗണ്ടറുകൾ. അതിനിടയ്ക്ക് ഈ പുലിയും മയിലും വന്നിട്ട് മയിലൊന്നും മിണ്ടുന്നില്ല. മയിൽ വന്നിട്ട് നേരെ അതിനകത്തോട്ടങ്ങ് ചാടുകയാണ്. അല്ല, ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ വിഷ്ണു വന്നതുകൊണ്ടും ചാടിയത് കൊണ്ടും തന്നെ നമ്മുടെ മയിലിനെ നമ്മുടെ പ്രേക്ഷകർ ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല. ഒന്ന് വിഷ്ണു ഒന്ന് വന്നിട്ട് വിഷ്ണു, ഇതാണ് ആ നിമിഷ നേരം കൊണ്ട് ആന ഇടഞ്ഞപ്പോ ഓടി കിണറ്റി ചാടിയ മയില്. ഇതാണ് മയില്. നമ്മളെ ആർട്ടിസ്റ്റുകളെയൊക്കെ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് വിടുന്ന ആളാണ് വിഷ്ണു. താങ്ക് യു സോ മച്ച് വിഷ്ണു. അപ്പൊ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്കിറ്റിന്റെ ഭാഗം കൂടി ആവുന്നുണ്ട് വിഷ്ണു. കേട്ടോ, വിഷ്ണു അടിപൊളിയായിരുന്നു കേട്ടോ. വിഷ്ണു അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു വിഷ്ണു. ഇപ്പോഴും ഒരു വാക്ക് പോലും മിണ്ടാതെ പോവാ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ അളിയൻ കള്ളുകൂടിയാണോ മറ്റോ മറിച്ചെന്നൊക്കെ പറഞ്ഞപ്പം വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു മദ്യപാനി. അതെ, ഇങ്ങനെ ചില ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സിലാവത്ത് പോലും ഇദ്ദേഹം കള്ളുകൂടിയനാന്ന് ഇത് ആരാണ് പറഞ്ഞ ബർത്തേ നമ്മൾ ചിന്തിക്കും. ഉദാഹരണത്തിന് ഞാൻ തന്നെ മനസ്സിലാകത്ത പോലും സത്യം. ഈ സ്മെല്ല് വരാതിരിക്കാൻ വെളിച്ചെണ്ണയും കുടിക്കും. എന്നിട്ട് വര വരച്ച അതിൽ കൂടി ഇങ്ങനെ ഇഴഞ്ഞാ പോകും. അല്ല, ക്ലൈമാക്സും എല്ലാം ഈ പറയുന്നത്. പിന്നെ എൻഡിൽ വന്നപ്പോൾ ഒരു ചെറിയ ലാഗ്, അവിടെ ലാഗല്ല, എന്തോ ഒരു കൺഫ്യൂഷൻ വന്ന പോലെ തോന്നി. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രജു ചേട്ടാ. നല്ല കൊമന്റ്സ്, നല്ല മാർക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ശംഭുവിന്റെ ഫാമിലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനിന്ന് ശ്രദ്ധിച്ച് മുടിയൊക്കെ വെട്ടി പതിവിലും വന്നപ്പോ ഇന്ന് ഫീമെയിൽ കഥാപാത്രം നോക്കി ഒഴിഞ്ഞു. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഇത് ഐറ്റം വേറെയിലെ കുടുംബത്തിലേക്ക് ശംഭുചേട്ടന്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ശംഭുവിന്റെ കുടുംബം. അതെ, ശംഭു തന്നെ പറ. തീർച്ചയായിട്ടും എന്തൊക്കെയാണെന്നുള്ള പറ. ഇതെന്റെ ഭാര്യ ആര്യ. നമസ്കാരം ആര്യ. നമസ്കാരം. ഇതെന്റെ അനിയത്തി, വൈഫിന്റെ അനിയത്തി. പേര് അബിത. അതും അനിയത്തി. അനു. ഇത് ആ അനിയത്തിയുടെ മോള്. ഓക്കെ. ഇത് വരാതിരിക്കുന്ന ചേച്ചിയുടെ മോൻ. ഓക്കെ. ഇത് എന്റെ മോൻ. നിനക്ക് ഒരാളെ ഉള്ളോ? എനിക്കൊരാളേ ഉള്ളൂ. ഒരാളെ ഉള്ളൂ. എന്താ മോന്റെ പേര്? ശിവ. ശിവ എത്രല്ല പഠിക്കുന്നേ? ഒന്നില്. ആ, ശിവ പാട്ട് പാടുമെന്ന് അറിഞ്ഞല്ലോ. പാടിക്കോ. നാടി മകനെ പമ്മ മുട്ടായകൻ എന്നെ സൂരികൻ തന്തികൻ മുട്ടായകൻ എന്നും കാട്ടുവെട്ട സുംബാരകനെ എന്നും കണ്ണനായി വന്ന മയമേ മാറിപ്പോയി കുമ്പിട്ട് നിക്ക് നാട്ടുടുവാണ് നിന്നത്തെ തിരക്ക് ഞാനിടക്ക് വെട്ട സൊക്കപ്പോൾ അണ്ടർവേലെ ദില്ലും ബിനാറ്റി ദില്ലും ബിനാറ്റി ദില്ലും ബിനാറ്റി. ഇല്ലുമിനാട്ടി പൊളിച്ചു. ഇല്ലുമിനാട്ടി അല്ല, ഡില്ലംമിനാറ്റി. അടിപൊളിയായിരുന്നു കേട്ടോ. സംജിത്ത് മിമിക്രി അല്ലേ? എന്താ ചെയ്യാൻ പോണേ? മരം മുറിക്കുന്ന മെഷീനില്ലേ, അതിന്റെ ശബ്ദം. ആഹാ, അടിപൊളി. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ കരച്ചില്ല. ഇനി കടലിന്റെ തിരമാല. തിരമാല. പ്ലെയിനുണ്ട്. ഒരു പ്ലെയിനും ഉണ്ട്. ലാസ്റ്റ് ഒരു പ്ലെയിൻ പോകാനുണ്ട്. ഓക്കെ. സംജിത്ത് പൊളിയാണ് കേട്ടോ. സംജിത്ത് പോലെ ഒരു നല്ല ഗൈഡ് കൊടുത്ത് കുതിരയും കൂടെ പറയണം. ഒരു കുതിരയും കൂടെ ഉണ്ട്. പോട്ടെ. പ്ലെയിന്റെ സൗണ്ട് കേട്ടപ്പോ അടിപൊളി. ഹലോ, എന്താ പേര്? അവന്തിക. എത്രല്ല പഠിക്കുന്ന അവന്തിക? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാ? LPS മാവൽക്കര. പാട്ടാണോ പാടുന്നേ? അതോ പാട്ട്? പാട്ട്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം, കളിയാടാമേ കിളിമല തളരോരം കളിയാടാമേ.
ഇനി കളിയാടണ്ട. അല്ല, ശംഭു എടാ, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അല്ല, അറേഞ്ച്ഡ് ആയിരുന്നു. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ശംഭു എങ്ങനെയുണ്ട്? അതൊന്നു കുഴപ്പമില്ല. കുഴപ്പമില്ല അങ്ങനെ എന്തോ കുഴപ്പമൊക്കെ ഉണ്ട്. അല്ല, പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴും കാണുവോ? ആ, കാണും. ഇത് കണ്ടതിലൂടെ ഒരു എന്താ ചേട്ടായിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട് ഇതിനകത്ത്. ഉണ്ട്. നമ്മുടെ ഈ സ്റ്റേജിൽ ആ, വന്നപ്പോൾ ഒത്തിരി എല്ലാരും അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ശംഭുവിന്റെ അച്ഛന്റെ പേരെന്താണ്? സുരേന്ദ്രൻ. സുരേൻ. അമ്മയുടെ പേര് ലീല. ലീല. അപ്പൊ എന്തായാലും അച്ഛനോടും അമ്മയോടും ഒക്കെ നമ്മുടെ പ്രത്യേക അന്വേഷണം പറയണം. നിങ്ങളെ 3 പേരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. 3 മക്കളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. എന്റെ കൊച്ചച്ഛനെ മുനിസിപ്പാലിറ്റിയിലാ ജോലി ചെയ്യുന്നത്, രാധാകൃഷ്ണൻ. അപ്പൊ അവിടെ ഉള്ളവർക്കെല്ലാവരും ഹായ് കൊടുക്കണം. മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലുള്ള രാധാകൃഷ്ണൻ ചേട്ടനും ചേട്ടന്റെ എല്ലാ സുഹൃത്തുക്കളും ഞങ്ങളുടെ എല്ലാവരുടെയും വക വലിയ ഹായ്. കുഞ്ഞമ്മയ്ക്ക് കൂടി. കുഞ്ഞമ്മയ്ക്കും ഹായ്. കുഞ്ഞമ്മയുടെ ജോലി ചെയ്യുന്നത് രവിവർമ്മ കോളേജ് മാവേലിക്കര രവിവർമ്മ കോളേജിൽ ജോലി ചെയ്യുന്ന രഞ്ജിനി എന്ന കുഞ്ഞമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയ ഹായ്. അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും ഞങ്ങളുടെ വലിയ ഹായ്. പോരെ? ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷം എല്ലാരും കണ്ടതിലല്ലേ. അപ്പൊ ഡിലുമിനേറ്റി അവിടെ ഇരിക്കുക. എന്നിട്ട് നമുക്ക് മാർക്ക് കൊടുക്കാം അച്ഛന്. ഡിലുമിനേറ്റി അവിടെ പോയിരുന്നോ? പുലി അടിച്ചുകൊണ്ട് പോയ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ കുറച്ച് മാർക്സുകൾ തരണം. പ്രചോദേട്ടാ, ഞാൻ ഒരു 15 മാർക്ക്. 15,000 രൂപ. ഓക്കെ ഷാജൻ ചേട്ടാ. അതിനു മുമ്പ് ജീവ, നമ്മുടെ ഈ ഷോ കണ്ടിട്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കാറുണ്ട്. ഹരിശ്രീ അശോകൻ ചേട്ടനായിക്കോട്ടെ, കോട്ടയം നസീർക്ക് ആയിക്കോട്ടെ, ഇവരെല്ലാവരും നമ്മുടെ ഇവിടുത്തെ പല ആർട്ടിസ്റ്റുകളുടെ നമ്പർ ചോദിക്കുകയും ഇവരെ നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. സുരാജ് വിളിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് സമയം നമ്മുടെ ഷോയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഏറ്റവും എടുത്തു പറഞ്ഞൊരു ടീമാണ് സെൽവൻ ആൻഡ് ടീം. അപ്പൊ സെൽവന് തരണം എന്ന് പറഞ്ഞൊരു സമ്മാനം വേണ്ടി തന്നിട്ടുണ്ട്. തന്നേക്കട്ടെ? 2 കൈ നീട്ടി സ്വീകരിച്ചോണം. ദാ സുരാജെ, അളിയൻ തന്നുവിട്ട സാധനം എന്താ സെൽവന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് 2 പേർക്കും ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾക്കും ഉണ്ട്. 2 പേർക്കും കേട്ടോ. അപ്പം എന്തായാലും സുരാജിനൊക്കെ വേണ്ടിയിട്ട് ആ എല്ലാ സന്തോഷം പങ്കിട്ട് ഞാനും ഒരു 17,000 രൂപ കൊടുക്കും. 32,000 രൂപ. നസീർക്ക, ഞാൻ മനസ്സറിഞ്ഞ് തരിക. ഓക്കെ. നടക്കുന്നത് ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. അടിപൊളി. അപ്പോ ഇതിൽ ഉഷാറായിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ കാണുന്നു. മയില് കടലിൽ പഠിക്കുവാ എന്റെ കണവനിങ്ങി വന്നല്ല. അമ്മ എന്തോ വലിയ കോളത്തോട്ടുണ്ടല്ലോ. കടലിൽ ഭയങ്കര ഇത് മീനൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അവസാന ജംഗ്ഷനിലെ മീൻ തട്ടേ ചെന്നൊരു 150 രൂപയുടെ മീൻ മേടിച്ചു. അതാണല്ലോ പതിവ്. കടലിൽ എന്തോ പറ്റുന്ന എന്താ മീനില്ല? കടലിൽ ഭയങ്കര തിരക്കും ബ്ലോക്കും വഴക്കും കാണോ. അയ്യോ, ചോദിക്കട്ടെ, നിങ്ങൾ നാഷണൽ ഹൈവേയിലാണോ പണിക്ക് പോയത്? കടലിലല്ലേ പോയത്? അല്ല, ബ്ലോക്കും തിരക്കും വഴക്കും എന്നൊക്കെ പറഞ്ഞ് ഈ കടലിലേക്കൊന്ന് നോക്കിയടി. നോക്കിയൊന്ന് ഒരു തിര വന്ന് വേറൊരു തിരയുടെ മേളിലേക്ക് അടിക്കണ്, അവൻ വന്ന് വേറത്തിന്റെ മേളിലേക്ക് അടിക്കണ്. അവര് തമ്മിൽ കൂട്ടയടി. ഇവരെല്ലാം കൂടി കരക്കോട്ട് കയറിയവന് ഞാനടുത്ത് അവിടെ നിന്ന് ഓടി. ഇത് തന്നെയല്ലേ ചേട്ടാ നിങ്ങൾ എന്നും ചെയ്യുന്നത്? കരക്കിരുന്ന് ഈ കടലിലെ തിര എണ്ണിക്കൊണ്ടിരിക്കും അല്ലേ? എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ വലയില് ഒരു മീൻ കുരുങ്ങിയിട്ടുണ്ടോ? നീ എന്റെ ഈ വലയെ കുരുങ്ങിയ പിന്നെ ഒരു മീനും എന്റെ വലയെ കുരുങ്ങിയിട്ടില്ല. ഞാൻ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ മീനൊക്കെ ഇങ്ങനെ തെന്നിയും പാളിയും പോകുവാന്നേ. ഞാൻ സീനിയർ അല്ലേ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അതുകൊണ്ടൊന്നല്ല, ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ആ മീനൊക്കെ അവിടെ കിടന്ന് കണ്ടോണ്ടിരിക്കുവാ. നിങ്ങളുടെ കയ്യിലെങ്ങനെ കയറി ഇങ്ങോട്ട് വന്നാൽ അതിന്റെ അപ്പുറം ഇവിടെ കിടന്ന് അനുഭവിക്കണം. അതാ മീനൊന്നും വരാത്തത്. വള്ളം പോകുന്നു. എന്റെ ദൈവമേ, എത്ര ആലോചനകൾ വന്നതാ. നീ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആലോചന വന്നത്. എന്താ ആലോചന? നിന്നെ ഞാൻ എന്തിനാ കെട്ടിയെന്ന് ആലോചിച്ചു. വലിയ തമാശയായി പോയി. എന്തുമാത്രം ചെറുക്കന്മാർ ക്യൂ നിന്നാന്നറിയാവോ? വെറുതെ അല്ലടി നാട്ടുകാർ പറയണത് നീ ബിവറേജിൽ പോയി സാധനം മേടിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിന്റെ പുറകിൽ ആൾക്കാർ ക്യൂ നിൽക്കണത്? ബിവറേജിൽ പോയിട്ടൊന്നുമില്ല, എന്റെ സൗന്ദര്യം കണ്ടിട്ട് ആണുങ്ങൾ എന്റെ പുറകിന് വന്ന് അറിയാമോ? പിന്നെ ഒരു ഫുഡ് ഇൻസ്പെക്ടർ, എന്റെ ദൈവമേ, എന്റെ കഴുത്തോളം എത്തിയതാ കല്യാണം. പക്ഷെ ഒരു നിസാര കാര്യത്തിന് അതങ്ങ് തെന്നി മാറി അങ്ങ് പോയി. നിസാര കാര്യമൊന്നും ആയിരിക്കല. ഫുഡ് ഇൻസ്പെക്ടർ അല്ലേ? അതെ. പോയിസണുള്ള ഫുഡൊന്നും അവരാരും എടുക്കൂല. കൂടി ചെല്ലുമ്പോ പറഞ്ഞോണ്ട് വരരുത്.
അയ്യേ. നീ അകത്ത് പോയിട്ട് അകത്ത് പോയിട്ട് എടി എനിക്കൊരു ഉപ്പിട്ട നാരങ്ങാ വെള്ളമെങ്കിലും താ. ഞാനൊരു കാര്യം പറയട്ടെ, എന്ത്? അടുത്ത ആഴ്ച എന്റെ ചേച്ചിയുടെ മോടെ കല്യാണമാണോ? ആഹാ, അവക്ക് ഇത്തിരി പൈസ എന്തെങ്കിലും കൊടുക്കണം, ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? കൊടുക്കണം. ആ നിന്റെ ചേച്ചിയുടെ മോളെന്ന് പറഞ്ഞാ ആ എന്റെ മോളല്ലേ? എന്തോന്ന്? അതല്ല, നമ്മുടെ മോളല്ലേടി. ആ നമ്മുടെ മോള്, അങ്ങനെ പറ. എന്തെങ്കിലും അറിഞ്ഞും കേട്ടും ഒക്കെ കൊടുക്കണം. ആ കൊടുക്കണം. ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വട്ടിപ്പലിശക്കൊക്കെ എടുത്ത് ഒരു 5,000 രൂപ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. വീടിക്ക് നിങ്ങൾ ഒരു 5,000 രൂപയുടെ ഇവിടുന്ന് ഒപ്പിച്ചോണ്ട് വരണം. ഒരു 10,000 രൂപ അവക്ക് കൊടുക്കണം. നടക്കണ കേസല്ലേ കേട്ടോ. എന്തോന്ന്? നീ ബാക്കിയോടെ കാശ് ഒപ്പിക്കുക, എന്റെ ഇവിടെ കിടക്കണ കാശ്. അതിപ്പോ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? എനിക്കൊന്നും ഉത്തരവാദിത്വം. നിങ്ങൾ 5,000 രൂപ എവിടുന്നേലും ഒപ്പിക്കണം, അല്ലെങ്കിൽ ഒരു മുഴം കയറി ഞാൻ അങ്ങ് തൂങ്ങി ആടും. ഒരു മുഴമെന്ന് പറഞ്ഞ ഇതാണ്. നീ ഇതിൽ എങ്ങനെ കിടന്ന് തൂങ്ങിയാടും? അല്ല പറ, അവിടെ നിന്നിട്ട് പറ. എന്തായാലും 5,000 രൂപ ഇന്ന് വൈകുന്നേരത്ത് ഒപ്പിച്ചോണ്ട് വരണം. 5,000 രൂപ ഞാൻ ഇവിടെ നിന്ന് ഒപ്പിക്കാനാണെന്ന്. അല്ലെങ്കിൽ ഇവിടെ ഒരു ശവം ആടും. നീ ആയിരിക്കും. അല്ല, നിങ്ങളെ ഞാൻ തൂക്കിക്കൊല്ലും. എന്താ മീനെ കൊണ്ടുവാ. നീ എടുത്തൊന്നും തട്ടയിലെ മീൻ കൂട്ടാൻ തന്നെ എന്റെ ഗതി. 5,000 ഇരിക്കണ ഇരിപ്പ് കണ്ട. 2,000 രൂപ എന്നോട് കടം ചോദിച്ചിട്ട് എന്റെ ഈ കൊടുക്കാൻ കാശില്ല. പകരം എന്റെ പെങ്ങട കഴുത്തേ കിടന്ന 2.5 പവന്റെ മാല എടുത്തു കൊടുത്തു ഞാൻ അവന്. എന്നിട്ട് അത് അവൻ പൈസ കൊണ്ടുവന്ന് തരണ്ടേ അവൻ. നീയായിരുന്നോ? പിന്നെ ഞാനല്ലേ. ഞാനോർത്ത് വല്ല കടക്കാരുമായിരിക്കും. നിനക്ക് നാണം ഇല്ലേടാ? എന്ത്? എടാ, ഞാനൊരു അത്യാവശ്യത്തിന് നിന്റെ കുറച്ച് പൈസക്ക് വന്നോടാ 2,000 രൂപ ചോദിക്കാൻ. അപ്പൊ നിന്റെ ഇല്ലാഞ്ഞിട്ട് നീ നിന്റെ പെങ്ങടെ മാല ഊരി എനിക്ക് തന്നില്ലടാ നീ. എന്നിട്ട് ഞാനത് തിരിച്ചു തന്നോടാ. ഞാൻ എന്ത് നെറിവ് കെട്ടവനാടാ ഞാൻ. നീ ഒന്ന് ആലോചിക്കണം. ഇപ്പൊ തരാന്ന് പറഞ്ഞോടാ മേടിച്ചാ കൊടുക്കാൻ പഠിക്കണ്ട ഞാൻ. അല്ല അങ്ങനെയല്ലേ? എടാ ഞാനപ്പോ എന്ത് തോന്നിയോസോടാ കാണിച്ചത്? ഇത് ഞാൻ അങ്ങോട്ട് അടിക്കേണ്ട ഡയലോഗ് അല്ലടാ. യെസ്, നീ കയറി ഇങ്ങോട്ട് അടിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ട് അടിച്ചെന്നേ ഉള്ളു. കാരണം അറിയാമോ, ഇത് തന്നെയാണ് നീ ചോദിക്കാൻ പോണെന്ന് എനിക്കറിയാം. ഇനി ആവർത്തന വിരസത ഉണ്ടാക്കരുത്. ഞാനൊന്നും ഉണ്ടാക്കാൻ വന്നല്ല. എനിക്ക് എന്റെ പെങ്ങടെ മാല ഇങ്ങനെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റില്ലെന്ന്. അതിന് പെങ്ങടെ മാല കൊണ്ട് പണയം വെച്ചേക്കണ കടപ്പുറത്ത് എവിടെയെങ്കിലും അല്ല, ഒരു ബാങ്കിൽ കൊണ്ട് പണയം വെച്ചേക്കണത്. എടുക്കാൻ പൈസ വേണ്ടേ? എടാ നീ എങ്ങനെങ്കിലും പൈസ കൊണ്ടു കൊടുത്ത് എനിക്ക് മാല എടുത്തെങ്കിലും വീട്ടിൽ ചെല്ലാം. എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. ഞാൻ 2,000 രൂപ ഞാൻ നിനക്ക് തരാം. നീ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും എനിക്ക് അത് എടുത്ത് താ. 2,000 രൂപക്കല്ല പണയം വെച്ചേക്കണം, 10,000 രൂപക്കാണ്. 10,000 രൂപ? അതെന്താ 10,000 രൂപ വെച്ചത്? ഞാൻ ഈ പണയം വെക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പം അവിടെ നല്ല ഒരു സുന്ദരി പെണ്ണ് അവിടെ ഇരിക്കണ വാതിക്കെ. അപ്പൊ ഈ 2.5 പവന്റെ മാലയിട്ട് എങ്ങനെയാണ് 2,000 രൂപ ചോദിക്കണം? നാണക്കേടല്ലേ? എന്റെ അന്തസ് പോവില്ല. നമ്മൾ 10,000 രൂപ എടുക്കാൻ പറയും. എനിക്ക് എന്തായാലും ഇന്ന് മാല കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. ഒരു കാര്യം ചെയ്യാം. ഞാനേ ഒരു 5,000 രൂപ ഞാൻ നിനക്ക് തരാം. ഒരു 5,000 രൂപ ഞാൻ ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. പിടിച്ചാ ബാക്കി കൂടിയിട്ടുണ്ട്. എനിക്ക് മാല എടുത്തോണ്ട് വന്നു. ഇല്ലെങ്കിൽ ഞാൻ വിഷയം ഉണ്ടാക്കും. നീ പോയി എനിക്ക് മാല വേണം, ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റില്ലെന്ന്. ഇപ്പൊ കാണിച്ച മോശമായി പോയി. നീ 5,000 രൂപ എന്റെ തൊട്ട് ബാക്കി 5,000 രൂപ ഞാൻ ഇട്ടിട്ട് ഞാൻ മാല എടുക്കാനായിട്ട്. എടാ 5,000 രൂപ എന്റെ ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ തരും. എന്നിട്ട് ഞാൻ നിന്നോട് പറയും നീ 5,000 രൂപ ഇട്ട് മാല എടുക്കാൻ. അതല്ലേണോ അന്തസ്? നീ ഇപ്പൊ കാണിച്ചത് മര്യാദ കേട്. ഇനി മേലാൽ ഇത് നീ കാണിക്കരുത്. നിന്റെ വേഷം കണ്ട് എന്റെ അടുത്ത് കളിക്കല. നീ കാശ് കൊണ്ടേ കൊടുത്തിട്ട് എനിക്ക് മാല ഇപ്പൊ എടുത്തു തന്നെ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. ചേച്ചി ഇവിടെ ഒന്ന് അടങ്ങളിയ. 5,000 രൂപ ഇപ്പൊ നീ തന്നു, ബാക്കി 5,000 രൂപ ഇടണം. അവിടെ കയ്യിൽ ഒരു 5,000 രൂപ ഇരിപ്പുണ്ട്. അവിടെ ചേച്ചിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാണ്. ആ പൈസ ഞാൻ അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഊരിപ്പിക്കാം. ഞാൻ ചോദിച്ചാൽ അവള് തരത്തില്ല. നീ ചോദിക്കണം. നീ ആണെങ്കിൽ അവളെ വിട്ട് നേരിട്ട് പരിചയമില്ലല്ലോ. ഇല്ല. ഒരു പണിയുണ്ട്. എന്താണ്? നീ ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. ഞാനോ? നീ ഇവിടെ വരുന്നു. നീ ഇവിടെ വന്ന് 5,000 രൂപ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു പ്രോസസിങ് ഫീ അത് തന്നു കഴിഞ്ഞാൽ 50,000 രൂപ അരമണിക്കൂറിൽ അക്കൗണ്ടിലേക്ക് ഇടുമെന്ന് പറഞ്ഞാൽ മതി. 5,000 രൂപ നിനക്ക് അവൾ തരും. ആ 5,000 രൂപ എനിക്കിതാ. അപ്പൊ ഈ 10,000 രൂപയായിട്ട് ഞാൻ പോയി മാല എടുത്ത് തരും. അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ അഭിനയിക്കണോട് അഭിനയിക്കും. ഞാൻ വിളിച്ച അവരെ വിളിച്ച. നീ ഇവിടെ 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 ഇരിക്കല്ലേ? ഇറങ്ങാപ്പട്ടി എന്റെ വീട്ടിൽ ഇറങ്ങാപ്പട്ടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ വീട്ടിൽ പൈസയുടെ 5 പൈസയുടെ ആവശ്യമില്ല. വനിതകൾക്ക് മാത്രം നിങ്ങൾ പൈസ കൊടുക്കുമെങ്കിൽ വേറെ വനിതകളുണ്ടല്ലോ, അവർക്ക് കൊടുക്ക്. എന്റെ പൈസ എന്ത് ചെയ്തു? ഞാൻ പങ്കായത്തിലടിക്കും. അവൻ പറയണേ, അവൻ വനിതകൾക്ക് 5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 50,000 രൂപ അരമണിക്കൂറിൽ അക്കൗണ്ടിട്ട് കൊടുക്കുന്നു. അത് കൊടുക്കുന്നത് നിനക്ക് മാത്രമേ തരുവുള്ളൂ. ഇവിടെ നാട്ടില് സത്യസന്ധയായ ഒരു സ്ത്രീ ഉള്ളതും
കാണാൻ കൊള്ളാവുന്നതും ഭംഗിയുള്ളതുമായ എല്ലാം തിരിച്ചടവ് കൃത്യമായിട്ട് അടയ്ക്കുന്ന ഒരു സ്ത്രീ നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് 50,000 രൂപ അക്കൗണ്ടിൽ തരുമെന്ന് ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിക്കാരൊന്ന് പറയുക. പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണും മേടിച്ചാൽ തിരിച്ചു കൊടുക്കുന്നതും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സ്ത്രീ ഈ പ്രദേശത്ത് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് 50,000 രൂപ അക്കൗണ്ടിൽ തരുമെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുവാ. കൊള്ളാണോ സാറേ? ഞാനിവിടെ വന്ന് എല്ലായിടത്തും തിരക്കിയപ്പോ പറഞ്ഞ് ചേച്ചിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 30 ദിവസം കൊണ്ട് അടക്കണ പൈസയാണെങ്കിൽ 25 ദിവസം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കുമെന്ന്. അങ്ങനെ ഭയങ്കര സത്യസന്ധതയുള്ള ആളെന്നാ പറഞ്ഞത്. എന്താണ് ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ ജംഗ്ഷനിലുള്ള ആൾക്കാർ വല്ലതും പറഞ്ഞു. എല്ലാ ആൾക്കാരും പറയാണ്. ഈ പള്ളിയുടെ മുന്നിലുള്ള അയാൾ പറഞ്ഞായിരുന്നോ? അയ്യോ പുള്ളിയാണ് എന്നോട് പറഞ്ഞത് ആർക്കാണ് കാശ് കൊടുക്കണം. ഈ ലോൺ അടച്ച് തീരുമ്പോഴേ ഈ കഥ മാറുവോ? പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ചായക്കടയിൽ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ, അവരോട് ചോദിച്ചു. അയ്യോ അവര് നാക്കെടുത്തതേ പറഞ്ഞ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് കൊണ്ടേ കൊടുക്കണം. ഞങ്ങൾക്ക് നിങ്ങളുടെ കാശ് വേണ്ട. എന്റെ ഭാര്യക്ക് നിന്റെ പൈസ വേണ്ട. ഞങ്ങൾ അന്തസ്സായിട്ട് ഒരു ഭർത്താവുള്ള ഭാര്യയാണ് അവള്. ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ല. ശരി, നിങ്ങൾക്ക് പൈസ വേണ്ട, പക്ഷെ എനിക്ക് പൈസ വേണം. ഞാൻ 5000 രൂപ കൊടുക്കും. 50,000 രൂപ എന്റെ അക്കൗണ്ടിൽ. ചേച്ചി അതായത് ഞാൻ 5000 രൂപ ചേച്ചി എനിക്ക് തരുന്നു. ഒരു മണിക്കൂറിനുള്ളിൽ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് 50,000. അല്ല ഞാൻ എന്താ തരണം അതിന്? 5000 രൂപ മാത്രം മതി. 5000 രൂപ തന്നാ മതി, വേറെ ഒന്നും വേണ്ട. വേണ്ട. ഇത് ഞങ്ങൾ പുതിയൊരു സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ 5000 രൂപ തരുന്നു. 50,000 രൂപ ഒരു മണിക്കൂറിനുള്ളിൽ. ചേട്ടാ 5000 രൂപ കൊടുക്കേട്ടാ 50,000 കിട്ടുമെന്ന്. ഇല്ലല്ലോടി, ഞാൻ നീ ഇരിക്കണ പൈസ എടുത്ത് കൊടു. ഏത് പൈസ? കല്യാണത്തിന് കൊടുക്കാൻ വെച്ചിരിക്കണേ. അയ്യോ അതിപ്പോ എന്റെ ഇല്ല. അത് ഞാൻ രമണിക്ക് പലിശക്ക് കൊടുത്തേക്കുവാ. കല്യാണത്തിന്റെ തലേ ദിവസം എനിക്ക് 5200 രൂപയായിട്ട് തിരിച്ചു തരാന്ന് പറഞ്ഞു. നാടകം പൊളിഞ്ഞ്. നാടകവും അല്ല, നാടകമല്ല, മൊത്തത്തിൽ പൊളിഞ്ഞ്. പിന്നെ ഇല്ല, ചേട്ടൻ പൈസ തന്നേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല 5000 വേറൊരു 5000 ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ പുറത്തേക്ക് പോയി അത് ആരെങ്കിലും ചോദിക്കണ്ടേ? നിങ്ങളുടെ പൈസ ഇല്ലെന്നോ? നിങ്ങളുടെ പൈസ നിങ്ങൾ കൈ തപ്പിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ കളിയെടുക്കരുത്. കണ്ടോ പോക്കറ്റ് നിറയെ പൈസ വെച്ചിട്ട് സാറിന് എത്ര വേണ്ടേ? 5000. 5000 ഉള്ളത്. 5000 രൂപ എന്നാ സാറേ പിടി. 5000 രൂപ. ഇനി ഞാൻ എവിടെ ഒപ്പിടണ്ടേ? എന്റെ നെഞ്ചത്തൊപ്പിട്. നെഞ്ചത്തൊപ്പിടണോ? നെഞ്ചത്തല്ല, ഈ തുഞ്ചത്തൊപ്പിടാൻ. എന്താ മീനക്ക് കല്യാണം സാറേ ഞാനൊന്ന് ഒപ്പിടട്ടെ. ഒന്നാമത് ഒപ്പിട്ട് ഇനിയിപ്പോ 1 മണിക്കൂർ കഴിയുമ്പോ എന്റെ അക്കൗണ്ടിൽ പൈസ വരുമല്ലോ. 5000 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ചേട്ടന്റെ പോക്കറ്റിൽ ഇരുന്ന. ഇത് എവിടുന്ന് എന്നാലും എന്റെ ചേട്ടൻ ഈ നിമിഷ നേരം കൊണ്ട് നിങ്ങൾ എങ്ങനെ 5000 രൂപ ഒപ്പിച്ച് നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. എന്റെ ചേച്ചിയുടെ മോളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോളാന്ന് പറയുമ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഒരുപാട് പൈസ ഞാൻ എല്ലാം മറച്ചു വെച്ചേക്കും. എന്നാലും എന്റെ ചേട്ടൻ ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. 5000 രൂപ തന്നേ സാറേ. ഞാൻ മൊബൈലിനകത്ത് നോക്കും. 1 മണിക്കൂർ കഴിയുമ്പോ എന്റെ അക്കൗണ്ടിൽ 50,000 രൂപ കയറണം കേട്ടല്ലോ. എന്നാ സാറിന്റെ പേന പിടിച്ചു. 50,000 വേണ്ട, നമുക്ക് സ്വർണ്ണക്കടപ്പ് എന്തെങ്കിലും ഒന്ന് മേടിക്കണം. ഇത് എന്റെ കാശാണോ ഇത്? ഇത് ഞാൻ നിനക്ക് തന്നു. നീ പിന്നെ ഇത് തിരിച്ച് എനിക്ക് തന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ ഈ കാശ് കൊണ്ട് നീ മാല എടുക്കും? നീ എടാ ഇപ്പൊ നിനക്ക് ഞാൻ ഒരു 10,000 രൂപ തരാനുണ്ട്, ഒരു മാല എടുത്ത് തരാനുണ്ട്. അല്ലേ പ്രശ്നമുള്ളൂ. നീ അതില് 5000 രൂപ ഞാൻ തരാനുള്ളത് നീ ആദ്യം പിടി. ഓക്കെ. ഇനി എന്റെ ഭാര്യത്തിന് മുമ്പ് ഒരു 5000 രൂപ തന്നായിരുന്നു. അപ്പൊ 10,000 രൂപ ആയോ? 10,000 രൂപ ആയോ? 10,000 ആയോ? ഇനി നീ എന്റെ ഭാര്യയുടെ വാക്ക് പറഞ്ഞു. 1/2 മണിക്കൂറിനുള്ളിൽ 45,000 രൂപ അക്കൗണ്ടിൽ ഇടാന്ന്. എടാ പട്ടി, ആ പൈസ നീ എപ്പ തരും? ഞാൻ എങ്ങനെ തരുവാ? ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കാം. വിഷ്ണു ഉണ്ട്, പ്രജിത്ത് ഉണ്ട്, കൂടെ റിജിച്ചേട്ടനുണ്ട്. ഓക്കെ, വേറെ
നമസ്കാരം മാഷേ. നമസ്കാരം. പുറകിലായാൽ എന്താ കുഴപ്പമുണ്ടോ? പുറയിലോ? ഇത് കണ്ട? അയ്യോ ലോക്കായിരിക്കുവാണോ? അയ്യ, ഒരു മര്യാദ വേണം കേട്ടോടാ. അതെന്താ? ചോദിച്ചിട്ട് പറഞ്ഞിട്ട് വേണ്ട കയറി വരെ. എന്താ മര്യാദ കട കാണിച്ചത്? ഞാൻ മാഷിനെ കാണാൻ വന്ന. എന്താണ് കാര്യം? എനിക്ക് വലിയൊരു പിരിമുറുക്കമുണ്ട്. എന്നാ പിന്നെ അത് കഴിച്ചിട്ട് ബാക്കി അങ്ങ് സംസാരിക്കാം. എന്തോന്ന്? അരിമുറുക്കമുണ്ടെന്ന് പറഞ്ഞു. അരിമുറുക്കല്ല, ഇല്ല, മാനസികമായിട്ടൊരു പിരിമുറുക്കം ഉണ്ടെന്ന്. മാനസികമായിട്ട് പിരിമുറുക്കം. അപ്പൊ ലോകം നിനക്ക് പഠിക്കണം, അതല്ലേ വേണ്ടുള്ളൂ. പൈസ കൊണ്ടുവന്നിട്ടുള്ളൂ. പൈസയോ? അങ്ങനെ യോഗ പഠിക്കണ്ടേ? പിന്നെ പഠിക്കണം. അതിന് പൈസ വേണം, ദക്ഷിണ വേണം. കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഇല്ലേ? കടം പറയാൻ പറ്റത്തില്ല ഇവിടെ. ഞാൻ യോഗ പഠിക്കാൻ ഇങ്ങോട്ട് വന്നു, നിങ്ങൾ പൈസ ഒന്നും ചോദിക്കാതെ ചുമ്മാ ചേട്ടാ എന്നാ വർത്തമാനമൊക്കെയാണ് നീ പറയണത്? നാളെന്താ? ഇന്ന് തിങ്കൾ, നാളെ ബുധൻ. എടാ അതാണോ ചോദിച്ചത്? പിന്നെ നക്ഷത്രം അതെങ്ങനാ? ഇതിങ്ങനെ ഇവിടുന്ന് മേളോട്ട് താഴോട്ട് ഇങ്ങനെ. നിനക്ക് നക്ഷത്രം വരയ്ക്കാനല്ലേ അറിയുള്ളൂ? നക്ഷത്രം കാണാൻ അറിയാവോ? ഇല്ല. നക്ഷത്രം കാണിക്കട്ടെ ഞാൻ? വേണ്ട വേണ്ട വേണ്ട. വേണോ? വേണ്ട. നമ്മുടെയൊക്കെ ലൗകിക ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ആണോ? ഞാനൊക്കെ ലൗകിക ജീവിതം പണ്ടേ വേണ്ടെന്ന് വെച്ചാണ്. അപ്പൊ ഇപ്പൊ വേണോന്ന് പറഞ്ഞാലോ? ഞാൻ വല്ല ഊട്ടിയിലോ കൊടക്കനാലിലോ പോകും. ആണോ? പിന്നെ അപ്പൊ വീട്ടിലാരും ഇല്ലയോ? ഭാര്യ മക്കളേ ഉള്ളൂ. അപ്പൊ നിത്യബ്രഹ്മചാരി അല്ല ഇല്ലേ? നിത്യവും ബ്രഹ്മചാരി അല്ല. ഞായറാഴ്ച മാത്രം ഞാൻ ഒരു ചെറിയ ലീവ് എടുക്കും. അതെന്താ? സൺഡേ ഈസ് ഹോളിഡേ എന്നാണല്ലോ. ഓ, സൺഡേ ഈസ് സെൻഡ് ഡേ. നിനക്ക് എന്താ വല്ലതും പഠിപ്പിക്കാനുണ്ടോ? പഠിപ്പിക്കാം. എന്നാ പഠിപ്പീര്. വന്ന് നിൽക്കൂ. ആദ്യമായിട്ട് നമുക്ക് ശ്വസനക്രിയ ചെയ്യാം. ശരി. നെഞ്ചോട് കൈകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം മുകളിലേക്ക് വലിക്കുക. ഇനി ശ്വാസം വിടുക. മൂക്കിൽ കൂടെ തന്നെയാണോ? പിന്നെ എങ്ങനെയാടാ? അല്ല, എന്റെ ഒരു സംശയം, ഈ മൂക്കിൽ കിടക്കത്തെ ശ്വാസമേ പുറത്തോട്ട് വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നോ? ഈ നെഞ്ചിനും പുക്കിളിനും മധ്യത്തിലായിട്ട് ഒരു സസ്യം വളർന്നു വരും. ഒരു തൈത്തങ്ങ. അത് വേണോ? വേണ്ട വേണ്ട വേണോ? വേണ്ട. പിന്നെ നമ്മൾ ഒരു മനുഷ്യനെയും പരദൂഷണം പറയാണ്ടിരിക്കുക. അയ്യോ, ഞാൻ പറയത്തില്ല, ചുമ്മാ നാട്ടുകാർ പറഞ്ഞോണ്ടേക്കുന്ന. ഞാൻ പരദൂഷണം പറയുന്നു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. പണ്ട് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവനാണെങ്കില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സ്കൂളിൽ നിന്ന് ചീസി മേടിച്ചു പോയവനാണ്. അവനിപ്പോ എന്റെ മുന്നിൽ വന്നിട്ട് വലിയ യോഗാചാര്യനാന്നും പറഞ്ഞ് ജാട കാണിക്കുന്നു. യവനൊന്നും എന്റെ മുന്നിൽ ഒരു നാളികേരോ അല്ല. നാളികേരോ? ഒരു തേങ്ങയല്ലെന്ന്. പിന്നെ ഞാനിപ്പോ ഇത് പറയാൻ കാരണം, യവന്റെ അമ്മയുണ്ടല്ലോ ഒരു പാട്ടുകാരനോട് അങ്ങ് ഒളിച്ചോടി പോയി. അയ്യോടാ. ഇതറിഞ്ഞപ്പോ അവന്റെ അച്ഛന് ഭയങ്കര വിഷമായി. അച്ഛൻ അറിഞ്ഞ പോയി വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നു. ഈ സമയത്ത് പെങ്ങൾ കൊച്ചുണ്ടല്ലോ, അവൾ ഒരു ബംഗാളിയുടെ കൂടെ അങ്ങ് ഉറങ്ങിപ്പോയി. എന്തൊരു കുടുംബമാണ് ഇത്? ഞാനിപ്പോ എന്തോ പറഞ്ഞു വന്നത്? പരദൂഷണം. അത് നമ്മൾ മാക്സിമം പറയാണ്ടിരിക്കുക. മനസ്സിലായോ? ആ, ഒരു കാര്യം ചെയ്യ്, അവിടെ പോയി ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങോട്ട് വാ. ഓക്കെ ഓക്കെ. എടി, ഞാനിവിടെ എത്തിയടി. നിങ്ങൾ എല്ലാരും എന്നെ കളിയാക്കത്തില്ലായിരുന്നു എപ്പോഴും. ഞാനിപ്പോ യോഗ ക്ലാസ് വന്നേക്കോ വണ്ണം കുറയ്ക്കാൻ. നീ ഉണ്ടല്ലോ വണ്ണം കുറച്ച് നല്ല പുളുപ്പായിട്ടിരിക്കും, അല്ല സ്ലിം ആയിട്ടിരിക്കുമെന്ന്. അയ്യോ, മാഷ് നിൽക്കുന്നത് ഞങ്ങൾ സംസാരിക്കട്ടെ. നമസ്കാരം മാഷേ. എന്റെ പേര് സുധ. ഞാൻ തോപ്പുംപടിന്ന് വരുന്നു. സോപ്പും പൊടിക്കകത്തൊന്നും വരാൻ നിന്റെ പേര് സുധേന്നായിരിക്കും, ചിലപ്പോ പതയെന്നായിരിക്കും. മാഷേ, എന്റെ വീട്ടിലെ ശാന്തി സമാധാനം ഒന്നുമില്ല. അയ്യോ, അവർ രണ്ടുപേരും കൂടെ എവിടെ പോയി? അയ്യോ അതല്ല, പിന്നെ വീട്ടിലൊരു സമാധാനം ഇല്ലെന്ന്. ആണോ? പണം വരും പോകും, വരും പോകും, എപ്പോഴും വീട്ടിൽ പണം കാണത്തില്ലെന്ന്. ഒരു കാര്യം ചെയ്യും, ഇനി വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കഥ കടച്ചിട്ട് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഇറങ്ങി പോകത്തില്ലല്ലോ. മാഷ്, എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ആണോ? ഞാൻ ഇപ്പം വളരെ കഷ്ടത്തിലാ. അല്ല, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനുണ്ട്, പിന്നെ മക്കളുണ്ട്, പിന്നെ ഞങ്ങളുടെ പിങ്കിപ്പെട്ടിയുണ്ട്. അച്ഛനും അമ്മയും? അച്ഛനും അമ്മയും ഉണ്ടോന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് വഴിയറിയെന്ന് കിട്ടിയതാ. ആരാ കാര്യം പറയുന്നേ? പട്ടിയുടെ കാര്യം. അയ്യോ, ഞാനതല്ല ചോദിച്ചത്, നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ കാര്യമാണ്. ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയാണോ? അച്ഛൻ്റെ അമ്മ വീട്ടിലുണ്ട്. ഉണ്ടോ? ഈ ആഹാര കാര്യങ്ങളൊക്കെ എങ്ങനെ? ആഹാരം ഞങ്ങള് കഴിച്ചിട്ട് ബാക്കിയുള്ളത് എല്ലും മറ്റേ മുള്ളും ഒക്കെ ഇട്ട് കൊടുക്കും. അച്ഛനും അമ്മയ്ക്കോ? അല്ല, പിന്നെ പട്ടിക്ക്. പട്ടിയുടെ കാര്യം വീട്, അത് പോട്ട് കളയത്. പിന്നെ മാഷ്, എന്റെ ഭർത്താവുണ്ടല്ലോ ഒരു കിഴങ്ങനാ. എന്നാ പുഴുങ്ങി തിന്നാല്ല. ഒന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തിന് വഴക്കുണ്ടാക്കുമെന്ന്. പിന്നെ ഒന്നും പറയുന്നുണ്ട, രണ്ടാമത്തെ അങ്ങ് പറഞ്ഞാ പോലെ, ആ പ്രശ്നമില്ലല്ലോ. പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പൊട്ടി പെണ്ണാണ്. അയ്യോടാ, എത്ര കുട്ടികളുണ്ട്? 8. നീ എന്താടി ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? നീ എന്താടി ഇവിടെ? നിങ്ങൾ എന്താ ഇവിടെ പറ. ഞാൻ യോഗ പഠിക്കാൻ വന്ന്. ഒരു യോഗമില്ലാത്ത നിങ്ങൾ ഇത് പഠിച്ചിട്ട് എന്തെടുക്കാനാ? അമ്പലത്തിലെ പൊതുയോഗം കഴിഞ്ഞ്, കവലയിലെ പൊതുയോഗം കഴിഞ്ഞ്, അവിടുത്തെ യോഗം കഴിഞ്ഞിട്ടാ ഞാൻ ഇവിടെ യോഗയ്ക്ക് വന്നത്. നിങ്ങളുടെയൊക്കെ പൊതുയോഗം നടക്കാനുള്ള പന്തലല്ലേ ഇത്? പിന്നെന്തുവാ? എനിക്ക് യോയോ കളിക്കാനുള്ള, അല്ല യോഗ കളിക്കാനുള്ള സ്ഥലമാണത്.
പിന്നെ നിന്നോടുള്ള വൈരാഗ്യം എനിക്ക് പണ്ടേ തൊട്ടുണ്ട്. നിന്നെ കെട്ടി അന്ന് മുതലുണ്ട്. എന്റെ പിള്ളേരെ എന്നെ ഇട്ടേച്ച് പോയ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ വേറെ ഒരു കിഴങ്ങനാ നിങ്ങൾ. നീ കിഴങ്ങൻ നിന്റെ വീട്ടുകാർ വഴി. നിന്റെ നിങ്ങളുടെ വീട്ടുകാരെ പോയി വിളിക്കണോ? എന്തൊരു ബഹളമായത്? ഒരു സമാധാനത്തിൽ പറ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരുടെ എന്താ കഥ എന്താന്ന് വെച്ചാ പറ, അത് ഞാനൊന്ന് കേൾക്കട്ടെ. മാമാ ആ മാമാ എന്തോ പറഞ്ഞോ, പറഞ്ഞോളൂ. ജോലി കഴിഞ്ഞ് 2 പെഗടിക്കും. ആ എന്നിട്ട് ശരിക്കും ഉപദ്രവിക്കും. ഈ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സ്ത്രീകളെ ഉപദ്രവിക്കരുത്, അത് നല്ല കാര്യമല്ല. എന്നോടല്ല, അവളോട് പറയണം. അപ്പൊ നിങ്ങളൊന്നും ചെയ്യത്തില്ലേ? എന്നെ പട്ടിയ പോലെ തല്ലുന്നത് ഭയങ്കര വിഷമം കൊണ്ടാ ഞാൻ കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഒരാള് പോലും തിരിച്ചു വരത്തില്ലെന്ന്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും ഏതായാലും യോഗ ക്ലാസ്സിലേക്ക് വന്നതല്ലേ, അടുത്ത് വരൂ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. തല്ലും വഴക്കൊന്നും ഇനി ഇത് ഉണ്ടാക്കാൻ പാടില്ല. അത് മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം, എന്നെ നോക്കി പഠിക്കണം. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ആദ്യം മുഖവ്യായാമം ചെയ്യാം. എന്നാ കണ്ടിട്ടടേ കിളിക്കുന്നത്? മുഖവ്യായാമല്ലേ, അത് ചെയ്യേ. ഇനി നമുക്ക് അതൊക്കെ വിട്ടേക്കാം. ഇനി നമുക്ക് ആയുസ് കൂട്ടാനുള്ള ഒരു മരുന്നാണ് ചെയ്യുന്നത്. ചിരി മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് അടുത്ത് നമ്മൾ ചിരിക്കാൻ പോവുകയാണ്. ഉള്ളു തുറന്ന് ചിരിക്കുക. അപ്പൊ കൂടെ ചിരിച്ചോണം കേട്ടാ. അയ്യോ, ഇരിക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞു. എടാ നിന്നെയൊക്കെ പഠിപ്പിക്കുമല്ലേ, വന്ന് ചിരിക്കടാ. ഞാൻ ഒറ്റപ്പെട്ടു പോകും. വന്ന് ചിരിക്കൂ. ഇല്ലേ കണക്കൊക്കെ മാറിയോ? പിന്നെ ചേട്ടന്റെ പൊഴുപ്പിൽ കണ്ടപ്പോഴേ എനിക്ക് പിണക്കമൊക്കെ മാറി. ഭയങ്കര യോഗ കഴിഞ്ഞിട്ടേ നമുക്ക് രണ്ടും കൂടെ വീട്ടിൽ പോവാം കേട്ടോ? ഓക്കെ, ശരി ശരി. അയ്യോ, ഇതെന്തുവാ? ചിരിച്ചു കൊളുത്തി പിടിച്ചേ. യോഗ മനുഷ്യല്ലേ? ഇപ്പൊ എന്താ പറ്റി? ഇതൊന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ലേ? അത് യോഗ അറിയാവുന്നവർക്കല്ലേ, എനിക്ക് ആ പണിയൊന്നും അറിയത്തില്ല. എന്റെ പണി വേറെയാ. അപ്പൊ ഈ ഫ്ലക്സോ? അതിനകത്തോണ്ട് സകലമായ രഹസ്യങ്ങളും. അതൊന്ന് നേരെ വെച്ച് നോക്കേ. മൈക്കാടേ, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. നല്ല കൈഡി ഷാജൻ ചേട്ടാ. നന്നായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. അപ്പോൾ ഈ സ്കിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഒരു 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 പ്ലോട്ടായിരുന്നു. ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും പരിചിതമായൊരു സ്ഥലമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ആദ്യത്തെ ആ ഫോട്ടോ മുതൽ നല്ല ചിരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. റിജിയുടെ പെർഫോമൻസ് ആണല്ലോ, അത് കഴിഞ്ഞ് വന്ന് നിങ്ങൾ രണ്ടുപേരും ഒക്കെയാണ് നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ഇവിടേക്ക് ഒരു തപ്പലും കുറേ കൺഫ്യൂഷൻസും എല്ലാം ഇപ്പോഴും കിടക്കുകയാണ്. അതെന്താ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിഹേഴ്സൽ ഇല്ലാത്തതുകൊണ്ടാണോ? അത് എന്താണ് അതിൻ്റെ കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രാക്ടീസ് ആണല്ലോ നമ്മളെ ബെറ്റർ ആക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ ഒന്നും നമ്മളെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് വന്നിരുന്നെങ്കിൽ ഇതൊരു ഉഗ്ര സ്കിറ്റാണ്. കാര്യം ആ ഫോട്ടോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് തിരിച്ചു വെച്ച് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ആ റെജിയുടെ ആ ഫോട്ടോ കണ്ടിട്ട് തന്നെ പ്രചോദനം വിളിച്ച് കാണിച്ചാൽ ഞാൻ അവിടെ പോലെ അങ്ങ് ചിരി തുടങ്ങിയതാണ്. നല്ല കോമ്പിനേഷനായിട്ട് നന്നായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് ഒക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക? അല്ല, എനിക്ക് അതൊക്കെ തന്നെ പറയാനുള്ളൂ. കാര്യം നമുക്കൊരു വേദി കിട്ടുമ്പോഴേ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, അതിനുവേണ്ടി ശ്രമിക്കുക കേട്ടോ. ഒരുപാട് വഴക്കൊന്നും പറയുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. ഈ പറയുന്ന ഇതേ മാറ്ററുകൾ തന്നെയാണ്. എനിക്ക് ഈ പറയുന്ന പോലെ ഈ 3 പേരും ഗംഭീര ആർട്ടിസ്റ്റാണ്. പക്ഷേ ഈ സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷൻ എന്ന് പറയുന്നൊരു സാധനം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചിന്തിക്കാത്തൊരു ഉഗ്രം ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. അതിനൊരു ഉഗ്രം കൈയ്യടി തന്നേ പറ്റുള്ളൂ. കാരണം അതൊരു ഉഗ്രം ക്ലൈമാക്സ്. പിന്നെ ഒരിക്കലും വിചാരിച്ചില്ല. എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പോലും നമ്മളൊരിക്കലും നിങ്ങളുടെ ഒരു സാധനം നിങ്ങൾ തുടങ്ങി അത് നമ്മൾ കൈയടിക്കാനും ചിരിക്കാനും ഒക്കെ ആർജവമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്തിനു പറയുന്നു, പത്തനംതിട്ട എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഈ ഐറ്റം പറയുന്ന പറഞ്ഞ പ്രോഗ്രാം കണ്ട് കൈയടിക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു ടെൻഷൻ കൊണ്ടുപോകാൻ നമുക്കത് ഭീകരമായി നമ്മളെ ബാധിക്കും അത് കേട്ടോ. എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളൊക്കെ ഇവിടെ തെളിയിച്ച ആൾക്കാരാണ്. പൊളിച്ചെടുക്കാൻ അടുത്ത പ്രാവശ്യം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ നസീർക്ക, ഈ സ്കിറ്റിന്റെ മാർക്സ്? ഞാനൊരു 4000 രൂപ കൊടുക്കും. 4000 രൂപ. ഞാനൊരു
അപ്പൊ ഒരു 7,000 രൂപ കൊടുക്കുന്നു. ടോട്ടൽ 11,000 രൂപ. ഓക്കെ, അപ്പൊ ബാക്കി പിടിച്ചു. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 20,000 രൂപ. ഈ എമൗണ്ട് ഒക്കെ വിട്ടേരെ. അടുത്ത പ്രാവശ്യം നമ്മൾ നല്ലൊരു ഐറ്റമായിട്ട് വന്നൊരു ഗംഭീര തിരിച്ചുവരവ് ഈ വേദിയിൽ നിങ്ങൾ നടത്തണം. ഓക്കെ ചേട്ടാ? ഓക്കെ, റെഡി? അപ്പോൾ അടുത്ത പ്രാവശ്യം. പതിപോലെ ചിരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. സുഖമായിട്ട് കിടന്നുറങ്ങുക, നല്ല ഉഷാറായിട്ട് ചിരിക്കാൻ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.